വന്ദേമാതരത്തിൽ വീണ്ടും വിവാദം. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ലോക് ഭവന്റെ നിർദ്ദേശം സംസ്ഥാന സർക്കാർ തള്ളിക്കളഞ്ഞു. കേരള പോലീസിന്റെ ബാൻഡ് വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് 2 തവണയും വായിച്ചത്. സംഭവത്തിൽ ഗവർണർ അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട്. BJPയും പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്നാൽ വരികൾ ഒഴിവാക്കിയതിനെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പിന്തുണച്ചു. VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് വിവാദമായിരുന്നു. സംഘപരിവാറിന് ലോക് ഭവൻ നിർദ്ദേശങ്ങൾക്ക് സർക്കാർ കീഴ്പ്പെട്ടുവെന്ന വിമർശനമാണ് അന്ന് ഉയർന്നു വന്നത്. എന്നാൽ ഇത്തവണ ഗവർണർ ലോക് ഭവൻ നിർദ്ദേശിച്ചിട്ടും വന്ദേമാതരം മുഴുവനായി ആലപിക്കാൻ അത് കേരള പോലീസിന്റെ ബാൻഡ് സംഘം വായിക്കുകയാണ് ചെയ്തത്. അതിന് അനുവാദം നൽകിയില്ല. മുഴുവൻ വായിക്കാൻ നിർദ്ദേശം സർക്കാർ നൽകുകയായിരുന്നു. അതിനെതിരെ ഇപ്പോൾ BJP രംഗത്തെത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇന്നത്തെ കേരള നിയമസഭയുടെ ഈ നടപടി ലോക് ഭവനെയും ഗവർണറെയും അതോടൊപ്പം ദേശീയ ഗീതത്തെയും അതിനോടും അനാദരവ് കാണിക്കുന്ന നടപടിയായി. VD സതീശൻ സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് എന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ സർക്കാർ നടപടിയെ പിന്തുണച്ചാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വന്നത്. ഒരു തെറ്റുമില്ല, വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് പറഞ്ഞ സംഘപരിവാർ നിലപാടാണ്, അതിന് ഇവിടെ ആവശ്യമില്ല എന്ന ഒരു മറുപടിയാണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ രണ്ട് ഈരടി ചൊല്ലാന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യം ആണ് ഇവിടെ നടന്നത്. മറ്റത് മുഴുവൻ ചൊല്ലുക എന്നത് അത് RSS അജണ്ടയാണ്. ആ RSS അജണ്ട നടപ്പാക്കേണ്ട ബാധ്യത നമ്മുടെ കേരളത്തിലില്ല. BJPയുടെ വിമർശനങ്ങളെ സർക്കാരും തള്ളിക്കളയുന്നു. സർക്കാർ നിലപാട് തന്നെയാണ് ഇവിടെ നടപ്പാക്കിയത്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം, വന്ദേമാതരത്തിന്റെ RSS അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല ഭാഗം പാടേണ്ട കാര്യമില്ല നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.